ആരും മുടക്കരുത് കേട്ടോ. കല്യാണം മുടക്കുന്ന ആള് നല്ലവർക്ക് മരിച്ചുപോകില്ല. ഞാൻ അതിന്റെ അനുഭവങ്ങളൊന്നും പറയാത്ത നിങ്ങളെ സദസ്സ് നീട്ടണ്ടെന്ന് എഴുതിയിട്ടാണ്. ഒരുപാട് ആൾക്കാർ അനുഭവങ്ങൾ എൻ്റെ അടുത്തുണ്ട്. ഒരൊറ്റ കുട്ടിൻ്റെയും കല്യാണം മുടക്കരുത്. കല്യാണം നമ്മൾ മുടക്കിയാൽ നമ്മളൊരു പാഠം അല്ലാഹു തആല ഇവിടുന്ന് പഠിപ്പിക്കും. ദുൽമാണ്. ദുൽമ ചെയ്ത ഒരാള് അതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ടല്ലാതെ എന്തായി പോവില്ല, മരിച്ചുപോകില്ല. ദുൽമ ഒരാൾ ചെയ്തോ, അത് മനുഷ്യനല്ല, ഒരു ജീവിക്കാണെങ്കിലും കാട്ടുജീവിക്കാണെങ്കിലും നാട്ടുജീവിക്കാണെങ്കിലും ഒരു അന്യായം ചെയ്തോ അക്ക ഫലം കിട്ടിയിട്ടേ മരിച്ചു പോകും. ദുൽമ ചെയ്യാൻ പാടില്ല. ദുൽമാണ് ആ സാധനം, കല്യാണം മുടക്കുക എന്നുള്ളത്. അതിനാരും ആണും പെണ്ണും നിൽക്കരുത്. സാധ്യതയുള്ള വാക്കും പറയരുത്, സങ്കല്പമുള്ള വാക്കും പറയരുത്. നേരെന്താണോ ഹക്ക് പറയണോ. പറയാൻ പറ്റാത്ത ഒരു സംഗതിയിൽ പഴയ കാലത്തുണ്ടായിരുന്നു, ഇപ്പൊ ആള് നന്നായിട്ടുണ്ടെന്നാ പഴയ കഥ പറയരുത്. ഒരാള് നേരത്തെ 10-15 വയസ്സിൽ എന്തോ തെറ്റ് ചെയ്തിട്ട് ആള് നന്നായിക്കണം. അപ്പൊ 10-25 വയസ്സായിക്കണം. ഇപ്പൊ അയാൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ അന്ന് 15 വയസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു. അയാളെ നിങ്ങൾ പോയി നോക്കിയത് അന്വേഷിച്ചതും. ഇപ്പൊ 25 ആള് നന്നായി ഉഷാറായിക്കണ്. നമ്മളിപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ മതി. നമ്മളെത്ര മോശമാണ് അല്ലാണ്ട് നമുക്കറിയില്ലേ. അതും കൂടി അല്ലാഹു തആല ഒഴിവാക്കി ഈ വിഷയത്തിൽ. ആളെത്ര മോശം ഉഷാറുണ്ട്. ഒരു വാപ്പയും ഒരു ഉമ്മയെങ്ങാനും ആ വിഷയത്തിൽ 30, 35, 40 വയസ്സായ കുട്ടികൾ ഇങ്ങനെ മുടക്കി കണ്ണീര് ഉറ്റിപ്പോയോ അതിൻ്റെ അനുഭവിക്കേണ്ടി വരും. നീ ലാസ്റ്റ് എല്ലാവരും വന്ന് ലോകം സന്ദർശിക്കുന്ന നേരത്താണെങ്കിലും നല്ല അനുഭവിക്കേണ്ടി വരും. നാട് ഭരിച്ചിരുന്ന ഒരാളല്ലേ ഹജ്ജാജ് ബിൻ യൂസുഫ്. ഒരു കാരണമില്ലാതെയാണ് സയ്യിദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. മരിക്കണതിന് മുമ്പ് രാജാവിനെ സന്ദർശിക്കാൻ വരുന്ന ആൾക്കാരോടൊക്കെ മൂപ്പര് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അസ്വാബത്തിനി ദഅവത്തു സഈദ്. സയ്യിദ് ബിൻ ജുബൈറിന്റെ ദുആ എനിക്ക് പറ്റിപ്പോയി. വല്ലാതെ വേദന, അസഖ്യമായ വേദന. എന്റെ ശരീരം തുണ്ടം തുണ്ടാക്കി ആരെങ്കിലും മുറിച്ചെന്നെങ്കിൽ വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എവിടേക്ക് നോക്കിയാലും സയ്യിദ് ബിൻ ജുബൈർ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്ക് ഇങ്ങനെ തോന്നിപ്പോകുന്നുണ്ട്. ഞാൻ കുടുങ്ങിയിട്ടുണ്ട്.